Hello friends, എല്ലാവർക്കും ഡിസ്കവറി ക്രോണിക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. നിങ്ങളുടെ വീഡിയോസിന്റെ ഓഡിയോ ക്ലാരിറ്റി നിങ്ങൾക്ക് കൂടുതൽ മികച്ചതാക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്രോഫോൺ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് നമ്മുടെ മൈക്രോഫോൺ വരുന്നത്. Boya BY-M1 എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇതിലെഴുതിയിരിക്കുന്നത് പോലെ ഇത് ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസസിലും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഫോണിലായാലും ലാപ്ടോപ്പിലായാലും ക്യാമറയിലായാലും എല്ലാം ഇത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഏകദേശം 1000 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. എന്നാൽ ഓൺലൈൻ ഇത് കുറച്ചുകൂടെ ചീപ്പായി ലഭിക്കും. ഇതിലിവിടെ ഇവർ സ്ക്രാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ കുറച്ച് നമ്പറുകളാണ് കാണാൻ കഴിയുന്നത്. ആക്ച്വലി ഇതൊരു വെരിഫിക്കേഷൻ കോഡാണ്. അതായത് നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയി ഈ കോഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ജെനുവിൻ ആണോ അല്ലയോ എന്ന് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു പൗച്ചാണ്. പിന്നെ ഏതാനും ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 1 ഇയർ വാറണ്ടിയോട് കൂടിയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അതുപോലെ ഈ കാണുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പൗച്ചിനകത്ത് എന്താണുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഈ മൈക്ക് നമുക്ക് കോളറിലും മറ്റും ഘടിപ്പിക്കാനായിട്ടുള്ള ഒരു ക്ലിപ്പാണിത്. അതുപോലെ തന്നെ ഒരു വിൻഡ് സ്ക്രീൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു 6.35 mm ഓഡിയോ ജാക്കിലേക്കുള്ള അഡാപ്റ്ററും അതുപോലെ ചെറിയ ഒരു ബാറ്ററിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മൈക്രോഫോൺ. 3.5 mm ഒരു ഓഡിയോ കണക്ടറാണ് ഈ മൈക്കിന് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഫോണിലെല്ലാം വരുന്ന കോമൺ ഓഡിയോ കണക്ടറാണിത്. 6 മീറ്റർ നീളമുള്ളൊരു കേബിളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പവർ മൊഡ്യൂൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സ്വിച്ചും കാണാൻ പറ്റും. ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ സ്വിച്ച് ഓഫാക്കി വെക്കേണ്ടതാണ്. അതുപോലെ ക്യാമറ ഡിവൈസസിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ഓണാക്കി വെക്കണം. ഇവിടെയാണ് ഇതിൻ്റെ മൈക്രോഫോൺ വരുന്നത്. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി ഇവയെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ വിൻഡ് സ്ക്രീൻ കണക്ട് ചെയ്യാണ്. ഇനി ഇതോടൊപ്പം കിട്ടിയ ക്ലിപ്പ് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ പവർ മൊഡ്യൂളിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യണം. അതിനായി ഈ ഭാഗം ഇതുപോലെ ഊരി മാറ്റുക. ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ബാറ്ററി. LR44 എന്നൊരു ബട്ടൺ സെല്ലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് ഷോപ്പിലെല്ലാം കിട്ടുന്ന ബാറ്ററിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് എക്സോസ്റ്റഡ് ആയാലും നമുക്ക് അവൈലബിലിറ്റി ഇഷ്യൂ ഒന്നും വരുന്നില്ല. സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ നിന്നും ഈ മൈക്കിൻ്റെ ഓഡിയോ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത്യാവശ്യം നല്ല വോയിസ് ക്ലാരിറ്റിയും നോയ്സ് ക്യാൻസലേഷനും ഒക്കെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്രോഫോൺ തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.